Hello everyone, welcome to CodeCoders Malayalam YouTube channel. So, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുൾ പിരമിഡ് പാറ്റേൺ അതുപോലെ ഇൻവേർട്ടഡ് ഫുൾ പിരമിഡ് പാറ്റേൺ എങ്ങനെ നമുക്ക് സിയിൽ പ്രിൻറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ അതിൻ്റെ സിമ്പിളായിട്ടുള്ള കുറച്ച് ലോജിക്ക് വെച്ചിട്ടാണ് നമ്മൾ ലോജിക്ക് ബിൽഡ് ചെയ്തിട്ട് നമുക്ക് പിന്നെ കോഡിലോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ നോക്കേണ്ടത്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് നമുക്ക് പിരമിഡ് പാറ്റേൺ പ്രിൻറ്റ് ചെയ്യിക്കാം. പക്ഷേ അതിലൊരു ചെറിയ ഡിഫറൻസ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഫസ്റ്റ് 1 സ്റ്റാർ, അതുപോലെ സെക്കൻഡ് ലൈനിൽ 2 സ്റ്റാർ, പിന്നെ 3, 4, 5 അങ്ങനെ അതിൻ്റെ വാല്യൂ അനുസരിച്ചായിട്ടും അത് ഇൻക്രിമെൻ്റ് ചെയ്ത് വന്നിരുന്നത്. പക്ഷേ ഈ ഒരു ഫുൾ പിരമിഡ് പാറ്റേൺ എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ ലൈനിൽ 1 സ്റ്റാർ, പിന്നെ അതുപോലെ 3, പിന്നെ 5, 7, 9 ഇങ്ങനെ 2 സ്റ്റാർ ഇതിൻ്റെ കൂടെ ഇൻക്രിമെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിന് ആദ്യം നമുക്ക് ഫുൾ പിരമിഡ് പാറ്റേൺ എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിൽ നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണ്, ഫസ്റ്റത്തെ റോയിൽ 1 സ്റ്റാർ ഉള്ളൂ. ഓക്കെ, പക്ഷെ അതിന് പകരം എന്തുണ്ട്, ഇവിടെ ഇത്രയും വൈറ്റ് സ്പേസ് ഇവിടെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടാണ് 1 സ്റ്റാർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് സ്പേസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് 3 സ്റ്റാർ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എത്ര സ്പേസാണ് അതുപോലെ എത്ര സ്റ്റാറാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത്, നമ്മൾ 2 സ്പേസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് റോയിൻ്റെ വാല്യൂ എത്രയായിട്ട് 5 ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 5ൽ നിന്ന് എന്ത് കുറക്കുക, ഐൻ്റെ വാല്യൂ കുറക്കാം. അതായത് ഐൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് 0 ആയിരിക്കും. 0ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ 5ൽ നിന്ന് 0 കുറച്ച് കഴിഞ്ഞാൽ 5 തന്നെ, എന്നിട്ട് 5ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 4. അപ്പോൾ ഫസ്റ്റ് ലൈനിൽ നമ്മൾ 4 സ്പേസാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യിക്കേണ്ടത്. ഓക്കെ, 4 സ്പേസ് എന്ന് പറയുമ്പം 2 സ്പേസ് വീതം ഉണ്ടായിരിക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, 1 സ്റ്റാർ പ്രിൻറ്റ് ചെയ്യിക്കണം. അതിനുള്ള ഇക്വേഷനാണിത്, 2 × i+1. 2 × i എന്ന് പറയുമ്പോൾ 2 × 0 ഫസ്റ്റ്. ഓക്കെ, 0ൽ നിന്ന് i 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 × 0 എന്ന് പറയുമ്പോൾ 0 തന്നെ. 0 + 1 എന്ന് പറയുമ്പോൾ 1. അപ്പോൾ നമുക്ക് 1 സ്റ്റാർ അവിടെ പ്രിൻറ്റ് ചെയ്യിക്കാം. സെക്കൻഡ് റോയിലോട്ട് വരുന്ന ടൈമിൽ 5 - i, അതായത് ഐൻ്റെ വാല്യൂ എങ്ങനെ ഇവിടെ 1 ആയത്, നമ്മൾ ലൂപ്പ് ഒരു ടൈം കൂടി ഇൻക്രിമെൻ്റ് ചെയ്യും. i++ എന്ന് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഐൻ്റെ വാല്യൂ 1 ആയിട്ടുണ്ടാവും. അപ്പോൾ 5ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 4. 4ൽ നിന്ന് വീണ്ടും നമ്മൾ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുള്ള 1 നമ്മളിവിടെ ഡിക്രിമെൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 3 ആയിട്ട് മാറും. അപ്പോൾ 3 സ്പേസാണ്, ഡബിൾ സ്പേസ് 3 ആയിട്ട് നമ്മൾ ഇവിടെ പ്രിൻറ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ലൈനിൽ 3 സ്റ്റാറാണ് പ്രിൻറ്റ് ചെയ്യിക്കേണ്ടത്. അപ്പോൾ ഈ 3 സ്റ്റാർ പ്രിൻറ്റ് ചെയ്യിക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഇക്വേഷൻ സെയിം ഇക്വേഷൻ വെച്ചിട്ട് അതിൻ്റെ വാല്യൂ ഇവിടെ ഇൻക്രിമെൻ്റ് ആയിട്ടുണ്ടാവും. 2 × 1 എന്ന് പറയുമ്പോൾ ഓക്കെ നിങ്ങൾക്കറിയാം, ഈസിയാണിത്. 2 × 1 2, അതുപോലെ +1 എന്ന് പറയുമ്പോൾ 3, അങ്ങനെ 3 സ്റ്റാർ പ്രിൻറ്റ് ചെയ്യിക്കും. അതുപോലെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ ലാസ്റ്റ് ലൈന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 തന്നെയാണ് റോൻ്റെ വാല്യൂ വരുന്നത്. അതിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് ഏറ്റവും അവസാനത്തെ വാല്യൂ എന്ന് പറയുന്ന 4 എത്തിയിട്ടുണ്ട്. അപ്പോൾ 5ൽ നിന്ന് 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1 എന്ന് വരും. 1ൽ നിന്ന് വീണ്ടും 1 കുറച്ച് കഴിഞ്ഞാൽ 0. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിൽ ഏറ്റവും അവസാനത്തെ ലൈനിൽ എന്ത് വേണ്ട ആവശ്യമില്ല, സ്പേസ് വേണ്ട ആവശ്യമില്ല. അപ്പോൾ 0 എന്ന് കിട്ടി. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ 9 സ്റ്റാർ പ്രിൻറ്റ് ചെയ്യിക്കണം ലാസ്റ്റ്. അപ്പം 2 എന്ന് ഓൾറെഡി നമ്മളിവിടെ കൊടുത്ത വാല്യൂ തന്നെ 2 × i, അതിൻ്റെ ലാസ്റ്റ് വാല്യൂ 4. ഓക്കെ, 2 × 4 എന്ന് പറയുമ്പോൾ 8, 8 + 1 9. അപ്പോൾ 9 സ്റ്റാർ ഇവിടെ നമുക്ക് ഇത് വെച്ചിട്ട് പ്രിൻറ്റ് ചെയ്യിക്കാം. ഓക്കെ, ഇനി ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതെങ്ങനെ കോഡിൽ ചെയ്യാമെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൺലൈൻ കമ്പൈലറിലോട്ട് പോകാം. അപ്പോൾ അതിൽ ചെയ്യാനുള്ളത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്ക് ഡിക്ലെയർ ചെയ്യാം, ഇൻറ്റ് അറൗസ് ആസ് 5 എന്ന് കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫോർ ഇൻറ്റ്, ഇത് നമുക്ക് വേണമെങ്കിൽ ഇൻറ്റ് ഐ എന്ന് പറയുന്നത് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ഇവിടെ ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് നമുക്ക് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. ഓക്കെ, ഇൻറ്റ് ഐ ആസ് 0, i <, ഏതുവരെയെന്ന് നമ്മൾ പറഞ്ഞത്, നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു, ഫസ്റ്റ് നമുക്ക് വൈറ്റ് സ്പേസ് പ്രിൻറ്റ് ചെയ്യിക്കാനുള്ളതാണ്. അതിന് റോസ് - i - 1. ഓക്കെ, നമുക്കത് തന്നെയാണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് ആദ്യം നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്തേന്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മുടെ നെക്സ്റ്റ് വരുന്നത്
ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇത് നമ്മുടെ ഇന്നർ ലൂപ്പിൻ്റെയാണ്. ഓക്കെ, ഇന്നർ ലൂപ്പിൻ്റെ ഇക്വേഷനാണ്. അതുകൊണ്ട് നമുക്കിവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഓക്കെ, റോസ് എന്ന് തന്നെയാണ്. ഓക്കെ, I++ എന്നാണ് ഇവിടെ വരിക. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, 5 കോളത്തിലായിട്ട് പ്രിൻറ്റ് ചെയ്യിക്കണ്ടേ. ഓക്കെ, അപ്പോൾ അതിന് റോസ് എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റാണ് നമ്മൾ ആ ഇക്വേഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ഇൻറ്റ് I കഴിഞ്ഞാൽ നമുക്ക് J എന്ന വേരിയബിൾ നെയിം കൊടുക്കാം. J നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? നമുക്ക് 0യിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെയാണ് നമ്മൾ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ J <= എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞ്, റോയിൽ നിന്ന് എന്ത് കുറക്കണം, ആദ്യം I കുറക്കണം. ഓക്കെ, I കുറച്ച് കഴിഞ്ഞാൽ പിന്നെ 1 കൂടി കുറക്കണം. ഓക്കെ, എന്നിട്ട് ഇതെന്തിനുള്ളതായിരുന്നു? ഫസ്റ്റ് നമുക്ക് വേണ്ടത് സ്പേസാണ്. ഓക്കെ, ഒരു മിനിറ്റ്, ഇത് നമ്മുടെ ഇതല്ല. ഓക്കെ, printf ഇവിടെ നമ്മൾ 2 സ്പേസ് ആയിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ 2 സ്പേസ് പ്രിൻറ്റ് ചെയ്തിട്ട് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ഓക്കെ, ഇവിടെ എന്താണ് ഒരു എറർ ഉണ്ട്. റോലെസ് I-1 J++ എന്ന് കൊടുക്കണം. ഓക്കെ, നമ്മളത് മിസ് ചെയ്താണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കോഡ് എക്സിക്യൂഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഔട്ട്പുട്ടൊന്നും കാണുന്നില്ല. കാരണം നമ്മൾ എന്താണ് ഇതാണ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഏത് വൈറ്റ് സ്പേസ് ആണ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കമൻറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ലൈനിൽ ജസ്റ്റ് അവിടെ എന്തെങ്കിലും വരുമോ ഈ സെയിം ഇക്വേഷനിൽ എന്താണ് വരുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് വേണമെങ്കിൽ %d എന്നിട്ട് കൊടുക്കാം. എന്നിട്ട് ഏതൊക്കെ നമ്പറാണ് പ്രിൻറ്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് നോക്കാം. ഇതിൻ്റെ ലൂപ്പിൻ്റെ ഏതാണ്, J ആണ്. ഓക്കെ, Jൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതുകൊണ്ട് +1 ആഡ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ 1 2 3 ഓക്കെ, ഇതിൻ്റെ ലാസ്റ്റ് നമ്മളൊരു സെമിക്കോളൻ മിസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു രീതിയിൽ. പക്ഷേ ഇത് നമ്മൾ ഇവിടെ ജസ്റ്റ് printf എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് /n. ഓക്കെ, നെക്സ്റ്റ് ലൈനിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം, ഇത് താഴോട്ടായിട്ട് പ്രിൻറ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഫസ്റ്റ് വരുന്ന സ്പേസ് വരുന്നത്. ഇത്രയും സ്പേസാണ് വരുന്നത് ഈ ഒരു രീതിയിൽ. കണ്ടോ, ഇവിടെ ഇത്രയും ഈ ഒരു ആകൃതിയിൽ വരുന്ന സ്പേസാണ് നമ്മളിവിടെ നമ്പറായിട്ട് ഇവിടെ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നെക്സ്റ്റ് ഈ സ്പേസ് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർ പ്രിൻറ്റ് ചെയ്യാനുള്ള ലൂപ്പ് ഇടണം. ഓക്കെ, അതിന് നമ്മൾ നെക്സ്റ്റ് 4 എന്ന് കൊടുത്തിട്ട് അതിലെന്ത് ചെയ്യണം, എൻ്റെ ഓക്കെ, നമുക്ക് ഇവിടെ വേറൊരു വേരിയബിൾ നെയിം കൊടുക്കാം, K എന്ന് കൊടുക്കാം. K നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. K assign 0 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. K <= ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, K <2 ഇൻറ്റു I+1 ആയിരുന്നു. ഓക്കെ, 2 ഇൻറ്റു I+1. ഓക്കെ, ഇത് ഞാൻ കോഡ് റൈറ്റ് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും എറേഴ്സ് വരികയാണെങ്കിൽ ആ ടൈമിൽ തന്നെ, കമ്പൽ ടൈമിൽ തന്നെ ഞാൻ ജസ്റ്റ് അത് എന്ത് ചെയ്യാം, ഡീബഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ എറർ വരുമ്പം സോൾവ് ചെയ്യാമെന്നും കൂടി കാണിച്ചു തരാം. ഓക്കെ, ഞാൻ എറേഴ്സ് ഒന്നും വരുന്ന ഭാഗങ്ങളൊന്നും കട്ട് ചെയ്യുന്നില്ല. ഓക്കെ, printf ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാർ പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം, പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. I <= ഇനി ഇവിടെ K++ എന്ന് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, നമ്മൾ സ്റ്റാറിൻ്റെ രൂപം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലൈനിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്പേസ് ഡബിൾ സ്പേസ് തന്നെ പ്രിൻറ്റ് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കറക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫുള്ള് പിരമിഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ലൂപ്പിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇതിൻ്റെ ലോജിക്ക് ആദ്യം ഈ ഒരു ഇക്വേഷനായിരുന്നു എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അതിനുശേഷം അവിടെ നമ്പർ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പ്രിൻറ്റ് ചെയ്ത് നോക്കി, സ്പേസ് ഇട്ടിട്ട് തന്നെ പ്രിൻറ്റ് ചെയ്ത് നോക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇന്നർ ലൂപ്പിനെ ഇതിനെ നമുക്ക് ഒഴിവാക്കാം. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് വേറെ കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്ക് അറിയാം, നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ പ്രിൻറ്റ് ചെയ്യിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അവിടെ സ്റ്റാർ ഒഴിവാക്കിയിട്ട് അതിൻ്റെ വാല്യൂ കൊടുത്താൽ മതി അല്ലേ. K+1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെയുള്ള വാല്യൂ ജസ്റ്റ് കറക്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്യിക്കും. ഓക്കെ, ഇനി അതുപോലെ എന്തുണ്ട്, ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി ജസ്റ്റ് പറയാണ്. എന്ത് കൊടുത്താൽ %C എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ K+1 ഓക്കെ, ഈ K+1 എന്ന് കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യണം, നമ്മൾ A എന്ന് കൊടുക്കണം അല്ലേ.
നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു അത്. ഓക്കെ, A+K എന്ന് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ABCD കണ്ടോ, കറക്റ്റ് അതുപോലെ നമ്മൾ കണ്ടതുപോലെ തന്നെ പ്രിൻ്റ് ആയില്ലേ. ഇനി നമുക്ക് സ്മോൾ ലെറ്ററും വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം, അതും ഇഷ്യൂ ഇല്ല. അത് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ASCII വാല്യൂ വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. ASCII വാല്യൂ ക്യാപിറ്റൽ ലെറ്ററിൻ്റെ എന്തായിരുന്നു? 65. അതുപോലെ സ്മോൾ ലെറ്ററിൻ്റെ എന്താണ്? 97. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് എന്തിനാണ്? ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ തന്നെ നിൽക്കാൻ വേണ്ടിയാണ്. ഓക്കെ, 97 എന്നാണ് ഇവിടെ. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ട് ആ വാല്യൂ പ്രിൻ്റ് ആവുന്നത് കണ്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സെക്കൻഡ് ഇതിലോട്ട് പോകാം. ഫുൾ പിരമിഡ് പാറ്റേൺ ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ഇനി ഇൻവേർട്ടഡ് ഫുൾ പിരമിഡ് പാറ്റേൺ എങ്ങനെ പ്രിൻ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അതിന് ആദ്യം ഞാൻ അതിൻ്റെ വർക്കിംഗ് പറഞ്ഞുതരാം. ജസ്റ്റ് ഇത് ഇക്വേഷന് കണ്ടിട്ട് നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് ഈ ഐ ഞാൻ കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ജസ്റ്റ് സ്പേസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റത്തെ ലൈനിൽ നമുക്ക് ഒരു സ്പേസിൻ്റെ ആവശ്യമില്ല, അപ്പോൾ ഐൻ്റെ വാല്യൂ തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. 0 സ്പേസ് ആണ്. പിന്നെ ഇവിടെ 1 സ്പേസ്, 2, അതുപോലെ 3, 4. നിങ്ങൾക്കറിയാലോ ഇതിന് നമ്മൾ അതുപോലെ കറക്റ്റ് ഐ എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് വരുന്നത് നമുക്ക് എത്ര ഫസ്റ്റത്തെ റോയിൽ തന്നെ എത്ര എന്ത് പ്രിൻ്റ് ചെയ്യിക്കണം, സ്റ്റാർ പ്രിൻ്റ് ചെയ്യിക്കണം എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ റോസ് എന്ന് പറയുന്നതിന് നമ്മൾ എത്ര വാല്യൂ കൊടുക്കുന്നത്? 5 ആണ് വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ 2 × 5 എന്ന് പറയുന്നത്, ഓക്കെ, 2 × 5 എന്ന് പറയുന്നത് 10. 10 മൈനസ് എന്ത് പറയും? 2 × I. ഐൻ്റെ വാല്യൂ എത്രയാണ്? ഫസ്റ്റത്തെ കേസിൽ 0 ആണ് വരുന്നത്. അപ്പോൾ 2 × 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 തന്നെയാണ്. ഓക്കെ, അപ്പോൾ 10ൽ നിന്ന് 0 കുറച്ച് കഴിഞ്ഞാൽ ഓക്കെ 10 തന്നെ. 10ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? 1 കുറക്കും. ഓക്കെ, ഇവിടെ കോമൺ ആയിട്ടൊരു 1 മൈനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 10ൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 9. അപ്പോൾ ഫസ്റ്റത്തെ റോയിൽ നമുക്ക് എത്ര? 9 സ്റ്റാർ പ്രിൻ്റ് ആവും. സെക്കൻഡ് ലൈൻ വരുന്ന ടൈമിൽ എന്ത് ചെയ്യും? 2 × 5, അതെ കറക്റ്റ് 10 തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യും? ഐൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. ഓക്കെ, 1 ആയി. അപ്പോൾ 2 × I എന്ന് പറയുമ്പോൾ ഓക്കെ 2 ആണ് വരുന്നത്. അപ്പോൾ 10ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 8 ആണ് വരുന്നത്. 8ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? കോമൺ ആയിട്ടുള്ള 1 മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 7 കിട്ടി. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ 7 സ്റ്റാർ ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ മുന്നേ നമുക്ക് എത്ര വേണം? 1 സ്പേസ് ഇവിടെ ആവശ്യമുണ്ട്, അതിനാണ് 1 ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഐൻ്റെ വാല്യൂ. അതുപോലെ ഇത് ഇൻക്രിമെൻ്റ് ആയി വരും. ഇനി ജസ്റ്റ് വേണമെങ്കിൽ ലാസ്റ്റ് ലൈൻ ഒന്ന് പറഞ്ഞുതരാം. ഇതാണ് നമുക്കിവിടെ 4 സ്പേസ് ആവശ്യമുണ്ട്. അപ്പോൾ ഐൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ വാല്യൂ നമ്മൾ ഇവിടെ കൊടുക്കുന്നു. അതുപോലെ ലാസ്റ്റ് കൊടുക്കുന്നത് എന്താണ്? 2 × 5 എന്ന് പറയുമ്പോൾ 10 വരും. മൈനസ് എന്ത് ചെയ്യുക? ഇതിൻ്റെ ഓക്കെ സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ ലാസ്റ്റത്തെ 2 × 2 എന്നല്ല 2 × 4 എന്നാണ്. ഓക്കെ, ഞാൻ റൈറ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു മിസ്റ്റേക്ക് വന്നത്. അപ്പോൾ 2 × 4 എന്ന് പറയുമ്പോൾ 8. അപ്പോൾ 10ൽ നിന്ന് 8 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 2 എന്നാണ് വരിക. 2ൽ നിന്ന് പിന്നെ കോമൺ ആയിട്ടുള്ള 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1. അപ്പോൾ 1 സ്റ്റാർ ആയിരിക്കും അവിടെ പ്രിൻ്റ് ആകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ലോജിക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അതിൻ്റെ കോഡ് ഒന്ന് റൈറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ആവശ്യം, ഈ ഇന്നർ ലൂപ്പിൽ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഒഴിവാക്കിയിട്ട് ആദ്യം മുതൽ എഴുതാം. കാരണം മെയിൻ ലൂപ്പ് നമ്മൾ അതുപോലെ തന്നെയാണ് കൊടുക്കുന്നത്. ഇന്നർ ലൂപ്പിലാണ് നമ്മുടെ ലോജിക്ക് വരുന്നത്. അപ്പോൾ ആ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വരുന്ന ഫോർ ലൂപ്പിൽ ഏതിൻ്റെയാണ്? സ്പേസ് പ്രിൻ്റ് ചെയ്യാനുള്ള ലോജിക്കാണ് വരുന്നത്. അതിൽ ഇൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ജെ എന്ന് കൊടുക്കാം. ഫസ്റ്റ് ഇൻറ്റ് ജെ ആസ് എ ഓക്കെ 0. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണ്, നിങ്ങൾ ഈ കോഡ് അതായത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ജസ്റ്റ് അതുപോലെ ഒരു നോട്ട് ബുക്കിൽ എഴുതിയിട്ട് ആ ലൂപ്പിൻ്റെ കൂടെ റണ്ണിങ് എങ്ങനെയാണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കറക്റ്റ് ലൂപ്പിൻ്റെ കൂടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കോഡ് ഓൺലൈൻ കമ്പൈലറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഏതെങ്കിലും കമ്പൈലറിൽ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. എങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് വർക്കിംഗ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ജെ നമ്മൾ 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ജെ ലെസ് ദാൻ എന്തായിരുന്നു? നമ്മൾ സ്പേസിന് പറഞ്ഞിരുന്നത് എന്താണ്? ഐ മാത്രം കൊടുത്താൽ മതി അല്ലേ. ഓക്കെ, ഇനി J++. പിന്നെ നെക്സ്റ്റ് ലൈനിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യിക്കണം? പ്രിൻ്റ് എഫിൽ സ്പേസ് പ്രിൻ്റ് ചെയ്യിക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് ഡബിൾ സ്പേസ് പ്രിൻ്റ് ചെയ്യിക്കാം. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് നമുക്ക് വേണ്ട ഫോർ ലൂപ്പ് എന്തിനാണ്? ഈ ഫോർ ലൂപ്പ് നമുക്ക്
വേറെ ഒരു നെയിം കൊടുക്കാം, കെ എന്ന് കൊടുക്കാം. ഓക്കെ, കെ സൈൻ 0. ഈ ഫോർ ലൂപ്പ് നമുക്ക് സ്റ്റാർ പ്രിൻറ്റ് ചെയ്യിക്കാനുള്ളത്. ഓക്കെ, ഇത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടില്ല. കെ സൈൻ 0 കെ. ഇവിടെ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കെ ലെസ് ദാൻ 2 ഇൻറ്റു എന്തായിരുന്നു, 2 ഇൻറ്റു റോസ് എന്ന് കൊടുക്കും നമ്മൾ. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ ജസ്റ്റ് ബ്രാക്കറ്റിലിടാം. ഓക്കെ, അതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് വർക്കിംഗ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പിന്നെ അതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, 2 ഇൻറ്റു എന്തെടുക്കുക, ഐ. ഓക്കെ, 2 ഇൻറ്റു ഐ നമ്മൾ ഫസ്റ്റത്തേൽ നിന്ന് മൈനസ് ചെയ്യുന്നു. പിന്നെ കോമൺ ആയിട്ട് എന്ത് ചെയ്യും, 1 കൂടി അതിൽ നിന്ന് മൈനസ് ആക്കും. കാരണം ഓരോന്ന് നമുക്ക് ഓഡ് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 1 കൂടി മൈനസ് ആക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് സ്റ്റാർ പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യാണ്ട് ഏറ്റവും അവസാനം ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ സ്പേസും സ്റ്റാറും പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രിൻ്റ് എഫിൽ /n എന്ന് കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് ന്യൂ ലൈനിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഒന്ന് ട്രൈ ചെയ്യട്ടെ. ഓക്കെ, നമ്മുടെ ഇവിടെ എന്താണ് ഒരു മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മളിവിടെ K++ എന്നത് മിസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ കണ്ടോ, നമുക്ക് ഇൻവേർട്ടഡ് ആയിട്ടുള്ള പിരമിഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത്രയും സിമ്പിളാണ്. ഇനി നിങ്ങൾക്ക് ആൽഫബറ്റും അതുപോലെ നമ്പറൊന്നും പ്രിൻറ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, കാരണം വീഡിയോ നമ്മുടെ ലെങ്ത്ത് ഒരുപാടായി പോകും. അതുകൊണ്ട് ഞാൻ അത് ചുരുക്കാണ്. ഇതിലുള്ള ഇക്വേഷൻ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. ഈ 2 ഇൻറ്റു റോ എന്ന് പറയുന്നത് ജസ്റ്റ് സിമ്പിളാണ്. അതിങ്ങനെ 10 വാല്യൂ നമുക്ക് ഫസ്റ്റ് 9 ലൈന് വേണം, അതിനുള്ള ഇക്വേഷനാണ് നമ്മളിത് കണ്ടു വെച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ മാത്രം ലാസ്റ്റ് ലൈനിൽ ഒരു ചെറിയ എറർ ഉണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങളുടെ ലോജിക് ബിൽഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസിന് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഏറ്റവും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും പഠിക്കുന്നത്, അപ്പോൾ അവർക്ക് കൂടി വീഡിയോ ഉപകാരപ്പെടും. അതുകൊണ്ട് അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.